ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്നത്തെ ദിവസം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം തിരുവചനം. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളായ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് വേദനകളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, എന്തിനാണ് ഇത് നീ ഞങ്ങളോട് ചെയ്യുന്നത്? ഇതിനു മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എപ്പോഴും ഓർക്കുക, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരെ പിശാച് പല രീതിയിലും പരീക്ഷിക്കുവാൻ ശ്രമിക്കും. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണോ അതോ ജഡമോഹങ്ങൾക്കാണോ എന്ന് പിശാച് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ദൈവത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ ആ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിനാണ് കർത്താവ് പറഞ്ഞത്, ഈശോ മിശിഹ വഴി ഞാൻ നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന്. സഹനങ്ങളും പീഡകളും വരുമ്പോൾ അത് കർത്താവിൻ്റെ മുന്നിൽ കർത്താവാണ് ഇത് വരുത്തുന്നതെന്ന് പറയുന്നതിന് പകരം, കർത്താവിനെ പഴിചാരുന്നതിന് പകരം നമ്മൾ സ്വയം മനസ്സിലാക്കുക, കർത്താവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് പിശാച് നമ്മളെ പരീക്ഷിക്കുവാൻ നിരന്തരം ശ്രമിക്കുന്നതെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ജോബിനെ കാണുന്നുണ്ട്. ജോബ് ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് തന്നെയാണ് ജോബിന് പരീക്ഷണങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നത്. പിശാച് തന്നെയാണ് നേരിട്ട് വന്ന് ജോബിനെ വേദനിപ്പിക്കുന്നതും പീഡിപ്പിക്കുന്നു. ദാനിയേൽ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ്. ജോസഫ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നുകൊണ്ട്. ആയതിനാൽ സഹോദരി സഹോദരന്മാരെ, പീഡകളും സഹനങ്ങളും വരുമ്പോൾ ദൈവത്തെ പഴിചാരുന്നതിന് പകരം ദൈവത്തെ സ്തുതിച്ച്, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് കൃതജ്ഞതയുടെ ഭാവത്തിൽ കൃതജ്ഞതാപൂർവം ദൈവത്തോട് ചേർന്ന് നിന്നാൽ പിശാചിനെ തോൽപ്പിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.